ശരിയാണ്. കാര്യം എന്താണെന്നറിയാം, ഇപ്പോഴും ഈ കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും വിശ്വാസം വന്നിട്ടില്ല സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചു എന്നുള്ളത് അവർക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്കത് ഭയങ്കര എന്താ പറയുക, തലയ്ക്ക് അടി കിട്ടിയ ഷോക്കാണ് അവർക്ക് ശരി. പക്ഷെ ഇതുവരെ അതിൻ്റെ റീഫണ്ട് കിട്ടിയിട്ടില്ല. അതിന് സുരേഷ് ഗോപി കൊടുത്തോണ്ട് ഇവർ സർക്കാർ കൊടുക്കാത്തതാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്രാവശ്യത്തെ ഇലക്ഷന് നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കും. ഭാരതീയ ജനതാ പാർട്ടി നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം സീറ്റ് പിടിക്കും. ഇറാൻ അടിക്കുന്നത് മൊത്തം UAE-യിലുള്ള ബഹ്റൈനും ദുബൈയും അബുദാബി അടങ്ങുന്ന UAE ഉള്ള രാജ്യങ്ങൾ, അവിടെ മുഴുവനുള്ളത് മലയാളികളും ഇന്ത്യക്കാരുമാണ്. ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്നത് ഇന്ത്യക്കാരാണ്. അപ്പോൾ ഇവരെന്തുകൊണ്ട് അതിനെ എതിർക്കുന്നില്ല? എന്നുവെച്ചാൽ ഈ വിഭാഗത്തിൻ്റെ വോട്ടിന് വേണ്ടിയിട്ട്. സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യസ്നേഹി, MP, മന്ത്രി, അദ്ദേഹം ഒരു നടൻ ഒക്കെ ആയി നിൽക്കുന്ന ഒരു മനുഷ്യൻ വളരെ സ്ട്രോങ് ആയിട്ട് ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് മുൻകൈ എടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു മനുഷ്യസ്നേഹം എന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയല്ലേ? നമസ്കാരം. മഹാരാഷ്ട്ര BJP മലയാളി സെൽ കൺവീനർ ആയിട്ടുള്ള ശ്രീ ഉത്തം കുമാറാണ് നമ്മോടൊപ്പം ഉള്ളത്. സ്വാഗതം. ഉത്തംജി, നമ്മൾ ഒരുപാട് തവണ ഇരുന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ തുടർച്ച എന്നോണം കഴിഞ്ഞ ദിവസം BJP-യുടെ കേരളത്തിലെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ 15-ലേറെ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ BJP-യിലേക്ക് ചേരുകയുണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ ചുക്കാൻ പിടിച്ചതും ഉത്തംജി ആയിരുന്നു. സുരേഷ് ഏട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. വലിയൊരു ശ്രദ്ധ പിടിച്ചു പറ്റിയ, വലിയ വാർത്താ പ്രാധാന്യം പിടിച്ചു പറ്റിയൊരു പരിപാടിയായിരുന്നു. അപ്പോൾ ആ പരിപാടി എങ്ങനെയായിരുന്നു ഓർഗനൈസ് ചെയ്തത്? ഈ ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ടുള്ള പുതിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ശരിക്കും നമ്മൾ ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഈ വിഷയത്തിൽ സുരേഷ് ഏട്ടനോട് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പൂർണ്ണ പിന്തുണയോടുകൂടി 2023 തൊട്ട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്, ചെയ്യാൻ പറ്റുന്നത്. ചിലതൊന്നും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് സർക്കാരിന്റെ സഹായം വേണം. ഉദാഹരണത്തിന് സുരേഷ് ഏട്ടൻ കഴിഞ്ഞ ഓണത്തിന് ഇവിടെ ശ്രീമൂലം ക്ലബ്ബിൽ വെച്ചിട്ട് തിരുവനന്തപുരത്ത് വെച്ച് പറഞ്ഞിരുന്നു, 1 കോടി രൂപ പുള്ളിയുടെ MP ഫണ്ടിൽ നിന്ന് മുടക്കി ഇവർക്ക് ഷെൽട്ടർ ഹോം തൃശ്ശൂരിൽ പണിയാവുന്നു. പക്ഷെ അതിന് കോർപ്പറേഷൻ സ്ഥലം അനുവദിച്ചാലേ ചെയ്യാൻ പറ്റൂ. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പെൻഡിങ്ങിലുണ്ട്. പിന്നെ അവരുടെ സർജറിക്ക് വേണ്ടി അദ്ദേഹം 12 ലക്ഷം രൂപ സ്വന്തം പൈസ അമൃത ഹോസ്പിറ്റലിൽ കൊടുത്തിട്ട് 10 പേരുടെ സർജറി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അത് റീഫണ്ട് കിട്ടിയിട്ടില്ല. റീഫണ്ട് കിട്ടുവാണെങ്കിൽ അദ്ദേഹത്തിന് ആ പൈസ വേണ്ട, ആ പൈസ വീണ്ടും ആ ആശുപത്രി ഡിപ്പോസിറ്റ് ചെയ്തിട്ട് വീണ്ടും 10 പേരുടെ ചെയ്യണം. അതാണ് നമ്മുടെ പ്ലാന്. പക്ഷെ ഇതുവരെ അതിന്റെ റീഫണ്ട് കിട്ടിയിട്ടില്ല. അതിന് സുരേഷ് ഗോപി കൊടുത്തോണ്ട് ഇവർ സർക്കാർ കൊടുക്കാത്തതാണെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു വാക്കുകളുണ്ട്, ഇപ്പൊ കേന്ദ്രത്തിലെ മന്ത്രിയൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവരുടെ ശരിക്ക് കേരളത്തിലെ മാത്രമല്ല മൊത്തം ഭാരതത്തിലെ ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പാക്കേജോ കാര്യങ്ങളോ, ഇവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മോദിജിയോട് പറഞ്ഞിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏറ്റിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് ഒന്നുകൂടെ കൂടുതൽ ഹോപ്പ് തോന്നുന്നു, പ്രതീക്ഷ തോന്നുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർജിക്കും കേന്ദ്രത്തിൽ നല്ല ബന്ധങ്ങളും കാര്യങ്ങളും ഉള്ള ആളാണ്. അദ്ദേഹം വളരെ എന്താ പറഞ്ഞ നല്ല മനസ്സുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിയെ ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നൊരു വാർത്ത എന്ന് പറയുന്നത്, ഈ ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പലപ്പോഴായിട്ടും ഹൈന്ദവീയരായിട്ടുള്ള ആളുകളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പം ഉത്തരേന്ത്യ, നോർത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിയൊക്കെ മതം മാറ്റ ലോബി ഭയങ്കരമായിട്ട് മതം മാറ്റാനുള്ള ശ്രമം നടത്തുന്നു, അവിടെ പോലീസ് കേസെടുക്കുന്നു, ആ തരത്തിലുള്ള വലിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മുടെ ഈ ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ചുകൂടി പരിഗണന അവർക്ക് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് ഉത്തംജി ചെയ്യുന്ന സമയത്ത് ഉത്തംജിക്ക് ഇവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് മനസ്സിലായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ല, ശരിക്കും ഇവരുടെ നമ്മൾ പുറമെ കാണുന്ന ഒരു നമ്മൾ കാണുമ്പം ഇവർ വഴക്കുണ്ടാക്കി അല്ലാതെ റോഡിൽ നിന്നു, ഇതൊക്കെയാണ് നമ്മൾ പൊതുവെ കാണുന്നത്. പക്ഷെ ഇവരുടെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിക്കുക, ചെറുപ്പം തൊട്ട് നമ്മൾ ആണായിട്ട് ജനിക്കുന്നു, പെണ്ണിൻ്റെ മനസ്സ് വീട്ടുകാർ അംഗീകരിക്കുന്നില്ല, സ്കൂളിൽ ചെല്ലുമ്പം ഓരോന്ന് പറഞ്ഞ് കളിയാക്കും, സമൂഹം അംഗീകരിക്കുന്നില്ല. ഇപ്പോഴാണ് പിന്നെ കുറച്ചുകൂടെ ഒരു ഇവർക്ക് ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനെങ്കിലുള്ളൊരു ബേസ് ഇപ്പം എവിടെയെങ്കിലും അവർക്ക് ഇറങ്ങി പോകാൻ പറ്റും. പണ്ട് അതും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഇവർ ശരിക്കും ഒത്തിരി ഫ്രസ്ട്രേഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവരുടെ മനസ്സ് ശരിക്കും മാനസിക സംഘർഷം ഇവർക്ക് ഭയങ്കരമായിട്ടുണ്ടായിരിക്കും. സ്വാഭാവികമല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ 17 വയസ്സിൽ ബോംബെക്ക് പോകുമ്പോൾ ആഴ്ച തോറും ഓരോ ഇല്ലൻ്റെ മേടിച്ച് അമ്മയ്ക്ക് കത്ത് ചെയ്തതായിരുന്നു. നേരം അമ്മയും അച്ഛനെ വിട്ടു പോകുമ്പോൾ ഒരു വിഷമം നമുക്ക് അത്രയുണ്ട്. അപ്പോൾ ഇവരെ സന്തോഷത്തോടൊന്നും ആയിരിക്കത്തില്ല ഈ വെളിയിൽ വരുന്നത്. വന്നിട്ട് പിന്നെ ഏതെങ്കിലും ഗ്രൂപ്പിൽ വരും. അതിൽ കുറച്ച് പെർസെൻറ്റേജ് ആൾക്കാർ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ഒരു ജോലി കിട്ടിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് ചിലർ ഒത്തിരി ക്ലിക്കായിട്ടുണ്ട്. ബാക്കി പക്ഷേ ഒരു വലിയ ശതമാനം ആൾക്കാർക്കും അങ്ങനെയൊന്നുള്ളൊരു അവസ്ഥയില്ല ശരിക്കും.
അങ്ങനെ വരുമ്പം ശരിക്കും ഇവര് ഭയങ്കരമായിട്ട് മാനസിക സംഘർഷമുള്ള ആൾക്കാരാണ് ഇവർ ശരിക്കും. അപ്പൊ ഇവരെ ശരിക്കും നമ്മളല്ലാതെ വേറെ ആരാ ഇവരെ ശരിക്കും ഇവർക്കൊരു ഇത് താങ്ങും തണലും ആകേണ്ടത് ശരിക്കും നമ്മളല്ലേ. പ്രത്യേകിച്ച് കേരളത്തിൽ എപ്പോഴും 40 വട്ടം പറയാം എഡ്യൂക്കേറ്റഡ് സാക്ഷരത നമ്പർ 1 കേരളമാണ്. ഇപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഈ ഓരോ എം പിമാരും അവരുടെ എം പി ഫണ്ടിൽ നിന്ന് ഓരോ ജില്ലയിലും ഓരോ ഇവർക്ക് ഷെൽട്ടർ ഹോം ഉണ്ടാക്കാൻ പറ്റും. കാരണം ഇവർക്കാരും വീട് വാടകയ്ക്ക് കൊടുത്തില്ല. കൊടുത്താൽ 100 രൂപയുടെ സ്ഥാനത്ത് 1000 രൂപ മേടിക്കും. ഗതികേട് കൊണ്ട് വരും, പിന്നെ അങ്ങനെ താമസിക്കും. മനസ്സിലായില്ലേ? പിന്നെ ഒത്തിരി പേരുണ്ട് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന. കുന്നംകുളത്തൊരു 3-4 പേരുണ്ട്. അവരവിടെ ഹോട്ടൽ നടത്തുക, ഉച്ചയ്ക്ക് ലഞ്ച് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പ്രോഗ്രാമിന് പോകും. പ്രോഗ്രാമുകൾ ഇത് പല രൂപങ്ങൾ കിട്ടും. അങ്ങനെയുള്ള ജീവിക്കുന്നവരുണ്ട്. എല്ലാവരും കുറച്ച് ആൾക്കാരേ ഉള്ളൂ, ബാക്കി നമ്മൾ ഈ പറയുന്ന രീതിയിലൊക്കെ ഉള്ളൂ. പക്ഷെ ഇവരെ വടക്കേ ഇന്ത്യയില്, ഇപ്പൊ കേരളത്തിലുള്ളവർക്ക് അറിയുമെന്ന് അറിയത്തില്ല, വടക്കേ ഇന്ത്യയിൽ ശരിക്കും ഇവരെ ആധ്യാത്മിക ലൈനിലോട്ട് തിരിച്ചിട്ട് കിന്നർ അക്കാഡ ഉണ്ടാക്കിയിട്ടുണ്ട്. മഹാമണ്ഡലേശ്വരുണ്ട്, ലക്ഷ്മി ത്രിപാഠി മഹാമണ്ഡലേശ്വരാണ്. അങ്ങനെ കുറെ മഹാമണ്ഡലേശ്വരുണ്ട് അവരുടെ കൂട്ടത്തിൽ. അതിന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ലക്ഷ്മി ത്രിപാഠി. ഇവരുടെ സെൻട്രൽ പ്രയാഗ്രാജാണ്. ഇപ്പൊ നടന്ന മഹാകുംഭമേള നടന്നല്ലോ പ്രയാഗ്രാജില്. ഇവരുടെ പവലിയനിൽ, ഇവരുടെ ടെന്റിലായിരുന്നു ഏറ്റവും വലിയ തിരക്ക്. അനുഗ്രഹം മേടിക്കാനും ഒക്കെ ഫാമിലി കുടുംബസഹിതം ആൾക്കാർ പോയി തൊഴാനും അനുഗ്രഹം മേടിക്കാനും ഒക്കെ പോകുന്നത്. അപ്പം വടക്കേ ഇന്ത്യയിൽ ഒരു കുറച്ചുകൂടി ഇവർക്ക് സ്വീകാര്യത വന്നു തുടങ്ങിയിട്ടുണ്ട് ശരിക്കും. പിന്നെ ഇവരെ നേരായ വഴിക്ക് വിടാൻ, നേരായ വഴിക്കെന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ലൈനിലോട്ട്. കാര്യം നമ്മളല്ലാതെ ആരാ ഇവരെ ലൈനിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്നത്? നമുക്കൊക്കെ അല്ല പറ്റത്തുള്ളൂ. പിന്നെ വടക്കേ ഇന്ത്യ പല സംസ്ഥാനത്തും BJPയിലും ഈ ട്രാൻസ്ജെൻഡർ സെല്ലുണ്ട്. അതിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒത്തിരി പേര്. ഡൽഹിയിലുണ്ട്, UPയിലുണ്ട്. പിന്നെ UPയിൽ ഇവരുടെ ക്ഷേമ ബോർഡുണ്ട്. ഇവർക്കെല്ലാം ആ ലെവലിൽ ഇവരുടെ കാര്യങ്ങൾ പഠിക്കാനും ചിന്തിക്കാനും ഒക്കെയുള്ള വ്യവസ്ഥയുണ്ട്. മഹാരാഷ്ട്രയിലും ഇപ്പം അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ വിഷയം നമ്മൾ ഇവർക്ക് വേണ്ടി ചെയ്ത പരിപാടിയുടെ ഒക്കെ ഫോട്ടോ കേരളത്തിൻ്റെ ഇപ്പോൾ ഇലക്ഷൻ ഇൻചാർജ് ആയിട്ട് വന്നിട്ടുള്ള വിനോദ് ജിത്ത് അവിടെ കാണിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയ സമയത്ത് ഞാൻ മൊബൈലിൽ കാണിച്ചു. കാരണം അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു ഇവരൊരു വോട്ട് ബാങ്ക് അല്ല, പക്ഷേ ഇവരെ ചേർത്ത് നിർത്തുന്ന വലിയൊരു മെസ്സേജ് പോകും. പിന്നെ ക്യാമ്പയിൻ അവർ ഇറങ്ങി വർക്ക് ചെയ്യാനുള്ള ഒത്തിരി നല്ലതല്ലേ, അതൊരു വലിയ മെസ്സേജ് പോകും. തീർച്ചയായിട്ടും. അപ്പം ഈ കേരള സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ഇലക്ഷൻ നേരിടാൻ വേണ്ടി പോവുകയാണ്. അപ്പം കേരളത്തിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് BJPയുടെ ഒരു സാധ്യത എത്രത്തോളം എന്നാണ് അങ്ങ് കരുതുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഇപ്രാവശ്യത്തെ ഇലക്ഷന് നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കും. ഭാരതീയ ജനതാ പാർട്ടി നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം സീറ്റ് പിടിക്കും. BJP ഒഴിച്ചു നിർത്തി ആർക്കും ഇവിടെ സർക്കാർ ഉണ്ടാക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് കേരള രാഷ്ട്രീയം പോകും. ഇന്ന് ഏതെങ്കിലും പാർട്ടിയിൽ അംഗങ്ങൾ ചേരുന്നുണ്ടെങ്കിൽ അത് BJP മാത്രമാണ്. അത് കോൺഗ്രസിന്റെ നേതാക്കൾ കോൺഗ്രസ് വിട്ടു വരുന്നു, CPM ആൾക്കാർ വരുന്നു, പല പാർട്ടിയിൽ നിന്ന് ആൾക്കാർ. ഇന്നിപ്പോ എനിക്ക് ഇടുക്കിയിൽ നിന്ന് ഒരാൾ വിളിച്ചു. അവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവാ 100 പേരെയും ചേർത്ത് BJP ചേരാൻ ആഗ്രഹിക്കുന്നു. ഞാനപ്പോ പറഞ്ഞു ഇടുക്കി ജില്ലയുടെ ഇൻചാർജ് എന്റെ ബോംബെയിലുള്ള ആളാണ്, എനിക്കറിയുന്ന ആളാണ്. ഞാൻ ഇന്നലെ ആളോട് സംസാരിച്ചിട്ടുണ്ട്. പറഞ്ഞു ഇടുക്കി ജില്ലയുടെ പ്രസിഡന്റ് ആരാന്ന് ഞാൻ പറയാം, നോക്കിയിട്ട് പറയാം, ഞാൻ കണക്ട് ചെയ്ത് തരാം. ഞാനല്ല അതിൻ്റെ ഒന്നും ആള്, ഞാനിവിടെ പാർട്ടി ചുമതലയൊന്നും ആളല്ല. ഞാൻ നിങ്ങളെ കണക്ട് ചെയ്ത് തരാം. പക്ഷെ നിങ്ങൾക്ക് BJP ചേരാൻ പറ്റും. ഒരു 10-40 വയസ്സിനകത്തുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനമൊക്കെ നടത്തുന്ന ഒരാളാണ്. അതേപോലെ തന്നെ പല സ്ഥലത്തുനിന്നും എന്നെ പലരും വിളിക്കാറുണ്ട്. ഇങ്ങനെ നമ്മുടെ പരിചയത്തിൽ വിളിക്കാറുണ്ട് ഇങ്ങനെ BJP ചേരാൻ. അപ്പം ഇന്ന് BJPയിലോട്ട് ഒഴുക്കാണ് ശരിക്കും. BJPയിലോട്ട് ആൾക്കാരുടെ ഒഴുക്കാണ്. അത് തന്നെ സൂചിപ്പിക്കുന്നത് ഇന്ന് BJPയുടെ പുറത്താണ് ഒരു പ്രതീക്ഷ കേരളത്തിലെ ജനങ്ങൾക്ക്. തീർച്ചയായിട്ടും. ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് വന്നാൽ, അതായത് ഇപ്പം ഇവിടെ കേരള സ്റ്റോറിയൊക്കെ സംബന്ധിച്ച് വലിയ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബീഫിൻ്റെ വിവാദമുണ്ട്, പല പ്രശ്നങ്ങളുമുണ്ട്. ഈ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ ബന്ധപ്പെട്ട് പഹൽഗാമിലെ ആക്രമണത്തിൽ ഇവിടെയുള്ള പല ഹിന്ദുക്കളെയും അല്ലെങ്കിൽ മതം നോക്കിയിട്ടാണ്, കലിമ ചൊല്ലാത്ത ആളുകളെയാണ് വെടിവെച്ച് കൊന്നത്. അന്നൊന്നും പ്രതികരിക്കാത്ത പല ആളുകളും ഇപ്പോൾ ഈ ബീഫിൻ്റെ വിഷയത്തിൽ, അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന പോലെ ഇറാനിലെ പിന്നെ ഖൊമൈനിയെ അമേരിക്ക വധിച്ചപ്പോൾ ഇവിടെ പ്രചാരണം അല്ലെങ്കിൽ ഇവിടെ പ്രകടനം നടത്തുക, ഇവിടെ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് നോക്കിക്കടന്നേ? അല്ല, ഇത് രണ്ട് കാര്യമുണ്ട്. എന്താ പറയാ, ഈ ബീഫ് എന്ന് പറയുന്ന ഈ വിവരം കെട്ട മലയാളി ബീഫ് നിരോധിച്ചിട്ടില്ല. ഇവരെത്ര വേണം ബീഫ് കുത്തി കയറ്റി തിന്നോളാം പറയവര്. എന്താ ബീഫ് ഫെസ്റ്റിവലാണ്, ബീഫ് നിരോധിച്ചിട്ടില്ല. ഗോഹത്യയാണ് നിരോധിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഗോഹത്യക്കെതിരെയാണ് ഹിന്ദു സംഘടനകൾ രംഗത്തുള്ളത്. മനസ്സിലായില്ലേ? പശുവിനെ കൊല്ലരുതെന്നുള്ളതാണ് നമ്മുടെ ഇത്. ബീഫ് നിരോധിച്ചില്ല. റെഡ് മീറ്റ് എന്ന് പറയുന്നത് നിരോധിച്ചിട്ടില്ല. മഹാരാഷ്ട്ര BJP ഭരിക്കുന്നത്, ഗോവ BJP ഭരിക്കുന്നത്, ഡൽഹി BJP ഭരിക്കുന്നത്, ഒരിടത്തും നിരോധിച്ചിട്ടില്ല. അവിടെ എല്ലാം നമ്മൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ തൂക്കിയിട്ടിരിക്കുന്നതാണ്. മനസ്സിലായില്ലേ? നിരോധിച്ചിട്ടില്ല.
പിന്നെ ഈ കേരളത്തിനെ പറ്റി പറഞ്ഞിട്ട് നമ്മൾ ശരിക്കും ഈ അമേരിക്ക ഇറാനെ അടിച്ചു, ശരിയല്ലേ? ഇറാൻ അമേരിക്ക അടിച്ചോട്ട് കുഴപ്പമില്ല. ഇറാൻ അടിക്കുന്ന UAE കൺട്രികളെ ഈ മലയാളികളുടെ അന്നം മുട്ടിക്കാനാണ് മലയാളികളാണ് അവിടെ ഭീഷണി നേരിടുന്നത്. എന്നിട്ട് ഈ ഒരൊറ്റ രാഷ്ട്രീയക്കാര് ഇന്നലെ അത് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ അത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ പരിപാടിക്ക് ശേഷം നടന്ന പത്രസമ്മേളനത്തിൽ. ഈ പറഞ്ഞ ഇടതുപക്ഷമോ ഈ പറഞ്ഞ കോൺഗ്രസോ ഇന്ന് വരെ ഇറാനെതിരെ പറയുന്നില്ല. ഇറാൻ അടിക്കുന്നത് മൊത്തം UAE-യിലുള്ള ബഹ്റൈനും ദുബൈയും അബുദാബി അടങ്ങുന്ന UAE ഉള്ള രാജ്യങ്ങൾ, അവിടെ മുഴുവനുള്ളത് മലയാളികളും ഇന്ത്യക്കാരുമാണ്. ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്നത് ഇന്ത്യക്കാരാണ്. അപ്പൊ ഇവരെന്തുകൊണ്ട് അതിനെ എതിർക്കുന്നില്ല? എന്നുവെച്ചാൽ ഈ വിഭാഗത്തിന്റെ വോട്ടിന് വേണ്ടിയിട്ട്, ഈ പറഞ്ഞ മുസ്ലിം ഭൂരിപക്ഷത്തിന്റെ ഈ കേരളത്തിലുള്ള ഇവരുടെ വോട്ടിന് വേണ്ടിയിട്ടാണ് ഇവരുണ്ടായിരിക്കുന്നത്. ഇതല്ലേ ശരിക്കും പറഞ്ഞാൽ എന്താ പറഞ്ഞ പ്രീണനം ശരിക്കും? അല്ല, അതിൽ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത് ഈ അറേബ്യയിലുള്ള മുസ്ലിംസ് ഒന്നും യഥാർത്ഥ മുസ്ലിങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് ഒരു യുവതി പൊട്ടിത്തെറിക്കുന്ന ഒരു വാർത്ത കണ്ടു ഈ അടുത്ത് കഴിഞ്ഞ ദിവസം. അപ്പം ഞങ്ങളാണ് യഥാർത്ഥ ആളുകൾ, മറ്റെല്ലാവരും എന്താണ് മോശക്കാരാണെന്നുള്ള തരത്തിൽ സംസാരിക്കുകയും മറ്റു പല സമയങ്ങളിൽ എന്താണ് ഗൾഫിൽ അന്നം തരുന്ന രാജ്യത്തെ ഒപ്പം നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള ക്യാമ്പയിനുകൾ നടത്തുകയൊക്കെ ചെയ്യാം. പക്ഷെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഗൾഫിനെ പോലും തള്ളി പറഞ്ഞുകൊണ്ട് ഇറാനൊപ്പം നിൽക്കുക എന്നുള്ള ഒരു കാര്യം കാണുന്നുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ. ഇതൊക്കെ ഈ ബ്രെയിൻ ഹാമറിങ് നടത്തിയിട്ടുണ്ടല്ലോ, ഇവരൊക്കെ പ്രതികരിക്കുന്നത് മുഴുവൻ ആ ഒരു എന്താ പറഞ്ഞ ആ കണ്ണാടി കൂടെ ഇവർ കാണുന്നത് മുഴുവൻ എല്ലാം വർഗീയത, കടുത്ത വർഗീയത, വെറും വർഗീയത അല്ല, കടുത്ത വർഗീയത. മുസ്ലിം തീവ്രവാദത്തിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കേരളത്തിലെ കുറച്ച് ആൾക്കാരോട് കാണിക്കുന്നത്. അവർക്ക് ഓശാന പാടുവാണ് ഇവിടുത്തെ ഇടതും വലതും പാർട്ടികളും. ശരിക്കും പറയാം, ഇത് ശരിക്കും നല്ല ആൾക്കാർ, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ കേരളത്തിലെ ചിന്തിക്കുന്ന ജനങ്ങൾ ഇത് മനസ്സിലാക്കണം. ഈ ഭീഷണി ഹിന്ദുക്കൾക്ക് മാത്രമല്ല, ക്രിസ്ത്യൻസിനും ഉണ്ട്. അത് അവർക്കും അറിയാം. ഇപ്പം ക്രിസ്ത്യൻസിനും ഈ ലവ് ജിഹാദ് അടക്കമുള്ള ഈ കാര്യങ്ങളിലൊക്കെ അവരും ഭീഷണി നേരിടുന്നുണ്ട്. അപ്പോൾ ഇത് വലിയൊരു അപകടത്തിലോട്ടാണ് കേരളം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ഈ പുറമേ ഉണ്ടല്ലോ, അത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കേരളത്തിൽ എന്തുകൊണ്ട് വർഗീയതകൾ വലുതായിട്ട് നടക്കും, മാറാട് നടന്നു, പക്ഷേ അതിനുശേഷം നടക്കരുത്. കാരണം വെച്ചാൽ ഈ സ്ഥാപനങ്ങൾ, ഈ വലിയ സ്ഥാപനങ്ങൾ മുഴുവൻ ഇവരുടെ കയ്യിലാണ്. അപ്പോൾ വർഗീയതകൾ കണ്ട നഷ്ടം അവർക്കും ഉണ്ടാകും. മനസ്സിലായില്ലേ? അതുകൊണ്ടായിരിക്കും ഇവർ സൈലന്റ് ആയിട്ടിരിക്കുന്നത്. ഇവരുടെ എല്ലാ മേഖലയിലും ഇവർ കൈവച്ചിട്ടുണ്ട്. സിനിമാ മേഖല ആയിക്കോട്ടെ. ഇപ്പം എനിക്ക് ഇന്നലെ കിട്ടിയൊരു വിവരം, ഞാനത് പഠിച്ചിട്ട് പറയാം. ഈ വൃദ്ധാശ്രമം, അനാഥാശ്രമം പോലുള്ള കുറേ സംഘടനകൾ കേരളത്തിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള 1500 ഉണ്ട്. പക്ഷെ 1500-ലൊക്കെ കൂടെ രജിസ്റ്റേർഡ് അല്ലാത്തത് ഒത്തിരി നടക്കുന്നുണ്ട്. ബ്ലാക്ക് മണി വൈറ്റ് ആക്കാനും ഒക്കെ ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് കേരളത്തിൽ. ശരിക്കും ഇത് വലിയ ആൾക്കാർ. ഞാനത് ഒരാഴ്ച കൊണ്ട് ഞാൻ കുറെ കാര്യങ്ങൾ പുറത്തു വിടുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ആ മേഖല പോലും ഇവർ കൈപ്പിടിയിലാക്കിയിട്ടുണ്ട്. കേരളത്തിൽ അറിയപ്പെടുന്നൊരു ഇത്തരം ഒരു സ്ഥാപനം, ഫേസ് ഒരു ഹിന്ദുവിൻ്റെയാ, പക്ഷെ അത് കംപ്ലീറ്റ് കൺട്രോൾ മുസ്ലിം ഈ പറഞ്ഞ ചിന്താഗതിക്കാരുടെ കയ്യിലാണ്. അപ്പൊ അവർക്ക് അതുകൊണ്ട് മതപരിവർത്തനം നടത്താനോ ഒക്കെ ഉള്ള കാര്യങ്ങൾ കാണുമായിരിക്കും. എല്ലായിടത്തും ഒരു ഹിന്ദുവിനെ ഫേസ് വെക്കും അവർ, എല്ലാ സ്ഥലത്തും. പക്ഷെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പിന്നെ പണത്തിന്റെ അതിപ്രസരം കൊണ്ട് ഈ പറഞ്ഞ ദാരിദ്ര്യം പിടിച്ച ഹിന്ദു ചിലപ്പോൾ അതിന് വഴങ്ങി കൊടുക്കുന്നുണ്ടായിരിക്കും, സാമ്പത്തിക ലാഭത്തിന് വേണ്ടി. അങ്ങനെ കേരളത്തിൽ ശരിക്കും വളരെ എന്താ പറയുക, ഭീകരമായിട്ടുള്ളൊരു അവസ്ഥ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. കാശ്മീരിൽ അങ്ങനെ ഇല്ല. കാശ്മീരൊന്നും ഈ പറഞ്ഞ പരിപാടിയൊന്നുമില്ല. അവരാരും കൊടുക്കാതിരിക്കാറില്ല. മുസ്ലിം പെൺകുട്ടികൾ അവർ ഏറ്റവും നല്ല ഫാഷൻ ഡ്രസ്സ് ഇട്ട് മേക്കപ്പും ചെയ്ത് അവര് നടക്കുന്നത്. അവരിത് തലയിൽ കൂടെ കറുത്ത തുണിയിട്ട് നടക്കാറില്ല. ശരിക്കും കേരളത്തിലുള്ള ഇത്രയും ശരിക്കും ഈ ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്തും മറ്റേ നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ആ ഒരു വിഷയത്തിലോട്ട് തന്നെ വന്നു കഴിഞ്ഞാൽ, സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യസ്നേഹി, MP, മന്ത്രി, അദ്ദേഹം ഒരു നടൻ, ഇതൊക്കെ ആയി നിൽക്കുന്ന ഒരു മനുഷ്യൻ വളരെ സ്ട്രോങ് ആയിട്ട് ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് മുൻകൈ എടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു മനുഷ്യസ്നേഹം എന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയല്ലേ? മാത്രമല്ല അങ്ങും സുരേഷ് ഏട്ടൻ തമ്മിലുള്ള ഒരു വലിയ സൗഹൃദമുണ്ട്. ആ സൗഹൃദത്തെ പറ്റിയും ഇക്കാര്യത്തിൽ നിന്ന് പറയാം. ഇല്ല, സുരേഷ് ഏട്ടനെ എനിക്കൊരു 25 വർഷമായിട്ട് അടുത്ത ബന്ധമുണ്ട്. ഞാൻ കണ്ടിടത്തോളം അദ്ദേഹം ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയാൻ, അത് ആരാണെങ്കിലും പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് 10 മണിക്ക് റെഡിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് കറക്റ്റ് 9:50 ആകുമ്പോൾ റെഡി ആയിട്ട് നിൽക്കും. നമ്മൾ റെഡി ആയിട്ട് അന്നേരം ഇപ്പോൾ പുള്ളി വഴക്ക് പറയും, നിങ്ങൾ എന്തിനാ എന്നെ 10 മണിക്ക് വിളിച്ചത്, എനിക്ക് വരാൻ പറ്റുകയില്ല, വിളിക്കരുത്. അത് തുറന്നടിച്ച് പറയും പുള്ളി. അതങ്ങനെ എല്ലാ കാര്യത്തിലും, ചെറിയ ചെറിയ കാര്യത്തിൽ വരെ അദ്ദേഹം വളരെ എന്താ പറഞ്ഞ ശ്രദ്ധ ചെലുത്തുന്നൊരു ആളാണ്. ഇപ്പോൾ ഒരാൾ വേണ്ട നിവേദനം കൊടുത്തു, മുഖ്യമന്ത്രിയുടെ പണിയായിരിക്കും, പുള്ളി അത് തിരിച്ചു കൊടുക്കും. ഇത് ഞാൻ നോക്കിയാൽ നടക്കത്തില്ലെന്ന് പറയും കാര്യം. അപ്പം ഞാനൊരിക്കൽ പറഞ്ഞു നോക്കി, ചേട്ടാ അത് മേടിച്ച് വെച്ചിട്ടൊരു കത്ത് റിട്ടണം. എന്തിനാ അവരെയൊക്കെ പറ്റിക്കുന്നത്? അവർ എൻ്റെ അടുത്ത് വന്നിട്ട് നടക്കാത്ത കാര്യം ഞാൻ മേടിച്ചു വെക്കുന്നത് ശരിയല്ല. അദ്ദേഹം പറയാം അത് മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുക്കാൻ പറയും, അല്ല വേറെ കൺസേൺ വകുപ്പിന് അയച്ചു കൊടുക്കാൻ പറയും. ഈ വിഷയം ഞാൻ അദ്ദേഹത്തോട് 2023 പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു
ഇതുമില്ലാതെ പറഞ്ഞ് നമുക്ക് സഹായിക്കാം അവരെ. ഞാനപ്പോൾ പറഞ്ഞു, അപ്പം അദ്ദേഹത്തിനായിട്ട് ആ ഒരു മുഴുവൻ പിക്ചർ മനസ്സിലായിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞായിട്ട് അവരുടെ കാര്യങ്ങൾ ഒത്തിരി കഷ്ടമാണ്, അവരെ ഈ രാഷ്ട്രീയക്കാർ ചുംബന സമരം മറ്റേ സമരം എന്നൊക്കെ പറഞ്ഞ് ഇവരെ യൂസ് ചെയ്യുക. ശരിക്കും ഇവരൊക്കെ ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊന്നും ആരും ചെയ്യുന്നില്ല. അപ്പോൾ ചേട്ടൻ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവരെ ഒന്ന് ഒരു കൈത്താങ്ങാകും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ 2023, 24, 25 ഇവരുടെ ഗെറ്റ് ടുഗദറും കാര്യങ്ങളൊക്കെ ചെയ്തു. അവരുടെ സർജറിയുടെ കാര്യത്തിൽ ഇടപെട്ടു, അവർക്ക് ഷെൽട്ടർ ഹോം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഇതൊന്നും ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിനെ നമ്മൾ ഈ ഇവിടുത്തെ കുറച്ച് മീഡിയകളും കുറച്ച് അദ്ദേഹത്തിനെ എതിർക്കുന്ന കുറേ കമ്മ്യൂണിസ്റ്റുകാരും പറയുന്ന ആളല്ല ശരിക്കും സുരേഷ് ഗോപി. സുരേഷ് ഗോപിയുടെ മനസ്സിൽ ഒത്തിരി നന്മയുള്ള മനുഷ്യനാണ് അദ്ദേഹം. എനിക്കറിയാം, ഇപ്പം നമ്മുടെ ബോംബെയിലുള്ള ഒരു ഫാമിലിയിൽ അത് നടന്നുകൊണ്ടിരിക്കുക. പയ്യൻ UK പോയി. UK പോയിട്ട് അവിടെ എന്തോ പയ്യൻ എന്തോ ഒരു ചെറിയ എന്താ പറഞ്ഞ അങ്ങനെ മദ്യപിക്കുകയോ ഒന്നും ചെയ്യുന്ന ആളൊന്നും അല്ല, അങ്ങനൊന്നുമില്ല. എന്തോ പിള്ളേരെന്തോ കുപ്പിയിൽ ഒഴിച്ചു കൊടുക്കുക ചെയ്ത് ഇച്ചിരി വയലൻ്റായി പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തു. ഇപ്പം ജയിലില്ല. ഞാൻ ഈ വിഷയം പുള്ളിയോട് പറഞ്ഞു. പിറ്റേ ദിവസം അവിടുത്തെ എംബസിയിൽ നിന്നുള്ള റിപ്ലൈ വന്നു. സുരേഷ് ഗോപി അന്നേരപ്പം തന്നെ ഓൺ ദ സ്പോട്ടിൽ ഇടപെട്ടു. അവിടുന്ന് എംബസി റിപ്പോർട്ട് വന്നു, എന്തൊക്കെ വകുപ്പാണ് ചുമത്തിരിക്കുന്നത്, ഏത് ജയിലിലാണ്, ഏതാണെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് വെച്ച്. ഇപ്പോൾ അവളുടെ അച്ഛൻ എന്നോട് പറഞ്ഞു എനിക്ക് അവിടെ പോയിട്ട് അദ്ദേഹത്തെ ഒന്ന് കാണണം, അതിനുള്ള ഹെൽപ്പ് ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സുരേഷ് ചേട്ടനെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ അദ്ദേഹത്തിന് പോകും, പക്ഷെ അങ്ങനെ പോയി കാണാൻ പറ്റത്തില്ല. അപ്പോൾ അവിടുത്തെ നിയമം അനുസരിച്ചിട്ട് ജയിലിൽ കിടക്കുന്ന ആള് എൻ്റെ പെർമിഷൻ വേണം, അല്ലാതെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ പയ്യൻ പറഞ്ഞു എനിക്ക് ആരും കാണാൻ പാടില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യും, നമുക്ക് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാക്കാം, തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ, നമ്മുടെ രാജ്യമല്ലല്ലോ എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം പറഞ്ഞാലും. ഇതിനിടയ്ക്കൊരു കുറച്ച് ആൾക്കാർ ഇവിടുന്ന് ബനാറസിൽ നിന്ന് ഫ്ലൈറ്റ് ആയിരുന്നു. ഇവർ പോകുന്ന വഴിക്ക് ട്രാഫിക് ജാമിൽ പെട്ടുപോയി. ഞാൻ വിളിച്ച് പറഞ്ഞപ്പം 1 മണിക്കൂർ അദ്ദേഹം ഫ്ലൈറ്റ്, അതും ഇൻഡിഗോയാ. ഇൻഡിഗോ ഇപ്പൊ ഇച്ചിരി ഇഷ്യൂ നടന്ന സമയമല്ലേ, പറഞ്ഞ അങ്ങനെ പറയാൻ പറ്റത്തില്ല, അവർ സമയത്ത് ഓടുന്നില്ലെന്ന് പറഞ്ഞ് സർക്കാർ അവരുടെ പുറത്ത് ആക്ഷൻ എടുത്തിട്ടിരിക്കുക. അപ്പം ഇവര് വലിയൊരു ഫ്ലൈറ്റിലെ 3/4 പങ്ക് ആൾക്കാരും ഈ ബസ്സിലായിരുന്നു. അങ്ങനെ പറഞ്ഞ് അദ്ദേഹം കുറച്ച് സമയം പെൻഡിങ് ആക്കി. അപ്പൊ ചെന്നപ്പോ എന്താ പറ്റി, ഇവരുടെ ലഗേജ് ഉണ്ട് ഒത്തിരി. അപ്പൊ പിന്നെ സമയം പോകും, കൗണ്ടർ അടച്ചു. പിന്നെ എന്നോട് ചോദിച്ചാൽ അവർക്ക് ട്രെയിൻ ടിക്കറ്റ് വേണം, ഞാൻ ഇപ്പം തന്നെ അറേഞ്ച് ചെയ്ത് തരാം ട്രെയിൻ ടിക്കറ്റ്, അവർക്ക് അവിടുന്ന് കേരളത്തിലോട്ട് വരാനോ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചെയ്തു തരാം. കാര്യം ഇതൊക്കെ ഒരു എന്താ പറഞ്ഞ മനസ്സുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ റിപ്ലൈ പറയാൻ പറ്റും. ഇല്ലെങ്കിൽ ആരും ഇതിനകത്തൊന്നും ആരെയും എൻ്റർടൈൻ ചെയ്യത്തില്ല. പറയും ഇതെൻ്റെ വകുപ്പല്ല, വിദേശകാര്യമന്ത്രിയെ വിളിക്കുക അല്ലെങ്കിൽ റെയിൽവേ മന്ത്രിയെ വിളിക്കുന്ന പറയും. അദ്ദേഹത്തോട് എന്തൊരു കാര്യം ചെയ്യാൻ പറ്റുന്നതാണ് അദ്ദേഹം 100% ചെയ്തിരിക്കും. അത് എന്ത് കാര്യമാണല്ലോ. അല്ല, അങ്ങനെയുള്ളൊരു മനുഷ്യൻ്റെ കാര്യത്തിലാണ് ഇപ്പം പപ്പടം പൊട്ടിച്ചു അവിടെ വെച്ചു, മറ്റവരോട് അങ്ങനെ പെരുമാറി ഇങ്ങനെ പെരുമാറി. പക്ഷേ ഇതിൻ്റെയൊക്കെ യഥാർത്ഥ വീഡിയോയിലേക്ക് അല്ലെങ്കിൽ ഒരു അരമുറി വീഡിയോ ആയിരിക്കും പ്രചരിപ്പിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിലേക്ക് പോകുമ്പോൾ അത് വേറൊരു സംഭവമായിരിക്കും. ഇപ്പോൾ പപ്പടം പൊട്ടിച്ച് അദ്ദേഹം അവിടെ വെച്ചു, ലാസ്റ്റ് അത് അദ്ദേഹം അത് കൂട്ടി കഴിച്ചു, അങ്ങനെ ഒരു സംഭവമുണ്ട്. പക്ഷെ ഇങ്ങനെ സുരേഷ് ഗോപിയെ ഒരു രാഷ്ട്രീയത്തിൻ്റെ പുറത്ത് എന്തോ ഒരു ജാതിയുടെ ആളാണ് അല്ലെങ്കിൽ വേറെ എന്തോ സംഭവത്തിൻ്റെ ആളാണ് ഇതൊക്കെ വരുത്തി തീർക്കാനുള്ള ഒരു മനഃപൂർവ്വമായിട്ടൊരു ശ്രമം നടക്കുന്നുണ്ട്. ശരിയാണ്. കാര്യം എന്താണെന്നറിയാം, ഇപ്പോഴും ഈ കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും വിശ്വാസം വന്നിട്ടില്ല സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചു എന്നുള്ളത്. അവർക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്കത് ഭയങ്കര എന്താ പറയുക, തലയ്ക്ക് അടി കിട്ടിയ ഷോക്കാണ് അവർക്ക്. ശരി, അതും ചെറിയ വോട്ടിനൊന്നുമല്ലല്ലോ. 76,000 വോട്ടിന് ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും അവിടുത്തെ കത്തോലിക്കർ ഭൂരിപക്ഷമുള്ള ബൂത്തിലൊക്കെ നമുക്ക് ലീഡുണ്ടായിരുന്നു. പല ബൂത്തിലും അവർ വോട്ട് ചെയ്തു, എല്ലാ വിഭാഗം ജനങ്ങൾ വോട്ട് ചെയ്തു. അത് ഇദ്ദേഹം പാർട്ടിയുടെ പ്രവർത്തകരുടെ കഠിനാധ്വാനം കൊണ്ട് ഒത്തിരി ശരിക്കും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതിനെല്ലാം ഗൈഡൻസ് കൊടുത്ത് ഇദ്ദേഹം കഴിഞ്ഞ 5 വർഷവും, ഇതിന് ഇലക്ഷന് മുമ്പുള്ള 5 വർഷവും അവിടെ കോഫി വിത്ത് SG എന്നും പറഞ്ഞൊരു പരിപാടി നടത്തിയിരുന്നു. എല്ലാ ഗ്രാമത്തിലും പോയിട്ട് അവിടുത്തെ വിഷയങ്ങൾ പഠിക്കുകയും കാര്യങ്ങളും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് അദ്ദേഹം അങ്ങനെ ഒത്തിരി താഴെ തട്ടിൽ ജനങ്ങളുമായിട്ട് സംവദിച്ചുകൊണ്ടൊക്കെ റിയാക്ഷനായി ഈ വോട്ടായിട്ട് മാറിയത്. അപ്പോൾ ഇത് ഇവിടുത്തെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും അത് ഇപ്പോഴും മനസ്സിൽ അങ്ങോട്ട് ദഹിച്ചിട്ടില്ല. അതിന്റെ ഓരോ പ്രതികരണങ്ങളായി വരുന്നത്. ഇങ്ങനെ അദ്ദേഹം പപ്പടം പൊട്ടിച്ചെന്നും അല്ല ഇത് ചെയ്തു അത് ചെയ്തു. എനിക്ക് ആ മനുഷ്യനെ വ്യക്തമായിട്ട് അറിയാം. ഈ പരിപാടികളൊക്കെ ചെയ്യുമ്പം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പബ്ലിസിറ്റി കിട്ടണമെന്ന്. അതിന് 2 കാര്യമുണ്ടെന്ന്, അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യം ജനം അറിയണം. രണ്ടാമത് ഇത് കണ്ട് വേറെ ആൾക്കാരും കൂടെ ഒന്ന് പ്രേരണ കിട്ടണം. ആ പ്രേരണ കിട്ടിയിട്ടുണ്ട്. പലരും ഗൾഫിൽ നിന്നൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളും കൂടെ സഹായിക്കാം. ഞാൻ പറഞ്ഞു അപ്പം ഇദ്ദേഹത്തോട് ചോദിക്കാം എന്താണ് പിള്ളേരെ ഇപ്പം നിൽക്കാൻ പറയാം, അവരോട് നമുക്ക് പറയാൻ ഇപ്പം പറയാമെന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് മറ്റുള്ളവർക്കും കൂടെ ഒരു റോൾ മോഡലായിട്ട് ഇദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി മാറണം എന്നുള്ളത് വെച്ച് ഞാൻ മീഡിയ ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇന്ന് വരെ ഒരു സംഭവത്തിൽ ചാനലുകാരെ വിളിച്ചാൽ എന്നെ വഴക്ക് പറയത്തേ ഉള്ളൂ, എന്തിനാ ഇത്രയും ബഹളം കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ പക്ഷേ പറയും, ഇപ്പം ഈ കള്ളവോട്ട് മേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്
ഒരു ഇഷ്യൂ ഉണ്ടാക്കില്ല ഈ അടുത്ത ഓണത്തിന് മുമ്പായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ നമുക്ക് ഇതിനെ ഒരു പണി ചെയ്യാം, ഓണത്തിന് ഇവരുടെ ഈ പരിപാടികൾക്കൊക്കെ നമുക്ക് നടത്താം, ചേട്ടൻ്റെ യഥാർത്ഥ മുഖം ജനങ്ങൾക്ക് അറിയാം എങ്കിലും ഒന്നുകൂടെ എന്ന് പറഞ്ഞ് അന്ന്. അപ്പം ഞാൻ അതിനു മുമ്പ് ഒരു പറയും ഈ നമ്മൾ സർജറി ചെയ്തവരുടെ ബൈറ്റ് എടുക്കാം, വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പുള്ളി അതൊന്നും സമ്മതിക്കത്തില്ല. പുള്ളിക്ക് പബ്ലിസിറ്റി പുള്ളി താല്പര്യമില്ല ശരിക്കും പറഞ്ഞാൽ. വേറൊരാളാണെന്നുണ്ടെങ്കിൽ ഒരു നേതാവ് രാഷ്ട്രീയക്കാരൻ എവിടെയും പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം പത്രക്കാരെ വിളിക്കുന്നത്, ചാനലുകാരെ വിളിച്ച് അവിടെ വന്ന് നിൽക്കാൻ പറയും. എന്നിട്ട് ഇറങ്ങി ബൈറ്റ് കൊടുക്കലും കാര്യങ്ങളും. ഇദ്ദേഹം അതിലൊന്നും യാതൊരു താല്പര്യമില്ല. ഇപ്പം പൊങ്കാലയ്ക്ക് ചാനലൊക്കെ വീട്ടിൽ ചെന്നപ്പോൾ ആൾക്കാരെ പരക്കെ അതിരിക്കുമായിരുന്നു, വെളിയിലോട്ട് വന്നില്ല. പുള്ളി പറഞ്ഞു എനിക്കിത് പൊങ്കാലയെ പറ്റി ഞാൻ എന്താ പറയുന്നത്, എന്തെങ്കിലും ചോദിക്കണേ വൈഫ് പറയും അവരെല്ലാം പൊങ്കാല ഇടുന്നതാണ്. പുള്ളി വെളി വന്നില്ല. അപ്പം ഇതൊന്നും മനസ്സിലാക്കാതെ കഴിഞ്ഞ തവണ അദ്ദേഹം പുറത്തു വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അത്ര അടുത്ത ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ അത് വളച്ചൊടിച്ച് പ്രചരിപ്പിച്ചു. അതെ അതെ, ഇത് മാധ്യമങ്ങളുണ്ടല്ലോ കുറെ ഇവിടുത്തെ ഈ മീഡിയ BJP-യെ ടാർഗറ്റാ BJP-ക്ക്, മനസ്സിലായില്ല. അപ്പം പക്ഷെ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു ഇതിനെയൊക്കെ ഓവർകം ചെയ്ത് ജനങ്ങൾ BJP-ക്ക് വോട്ട് ചെയ്യും. BJP വളരെ അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ സീറ്റുകൾ ഇവിടെ ജയിക്കും. കേരളത്തിൽ 100% ഉറപ്പാണ്. അങ്ങയുടെ ചാരിറ്റബിൾ ട്രസ്റ്റും ഒക്കെ ബന്ധപ്പെട്ട് കുറേ പ്രവർത്തനങ്ങൾ അങ്ങ് നടത്തുന്നുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളതും കൂടി ഒന്ന് പറയാമോ? ഇല്ല, നമ്മൾ ഈ 25 വർഷമായി പ്രതീക്ഷ ഫൗണ്ടേഷൻ എന്നുള്ള സംഘടന നിലവിൽ വന്നിട്ട് 25 വർഷമായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വസൈ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ കോവിഡ് സമയത്ത് നമ്മൾ ഫുൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫുൾ ഒരു ദിവസമൊന്നും അല്ല, ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊണ്ട് കൊടുക്കലുമല്ല, കണ്ടിന്യൂസ് ഒരു ദിവസം. ജനതാ കർഫ്യൂ എന്ന് പറഞ്ഞ മോദിജി ആഹ്വാനം ചെയ്തൊരു ദിവസം, ആ ദിവസം ഒഴിച്ച് ഒറ്റ ദിവസം എൻ്റെ ഓഫീസ് അടച്ചിട്ടില്ല. അത് നമ്മുടെ MP പോലീസ് സ്റ്റേഷനെ വിളിച്ച് പറഞ്ഞ് അത് ഓഫീസ് അടച്ചെടുത്തില്ല, അവരവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഉച്ചയാകുമ്പോൾ MP വന്നിരിക്കും. കാര്യം ഞങ്ങളുടെ ജില്ല ആദിവാസി ജില്ലയാണ്, പാൽഘർ ജില്ല. പാൽഘർ ജില്ല ആദിവാസി ജില്ലയാണ്. അപ്പൊ അതിന്റെ ബോംബെ സിറ്റിയോട് ചേർന്ന് കിടക്കുന്ന താലൂക്കായന്റെ വസൈ, അങ്ങേ സൈഡ് ഗുജറാത്ത് ബോർഡർ. അപ്പം ആ ഈ വസൈ മാത്രം സിറ്റിയാണ്, അവരുടെ കൺസെപ്റ്റ് വലിയ സിറ്റിയാണ്, മറ്റുള്ളവരുടെ ആദിവാസികളാണ്. അപ്പം അവിടെ പണിയൊന്നുമില്ല, പട്ടിണി മരണമൊക്കെ. അപ്പൊ MP വന്നിരിക്കും, ഞാൻ അവിടുന്ന് പലരെയും ഫോൺ ചെയ്തിട്ട് MP-യെ സഹായിക്കുമായിരുന്നു. നമ്മൾ ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ എന്നും ഉച്ചയാകുമ്പം 12 മണിയാകുമ്പോൾ ആൾ വരും ഓഫീസിൽ, ഞങ്ങൾ അവിടെ അങ്ങനെ ഇരിക്കും. ഈവൻ തഹസിൽദാർ MP പറഞ്ഞ തഹസിൽദാർക്ക് നമുക്കൊരു 500 കിറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് തഹസിൽദാറും അസിസ്റ്റന്റ് കളക്ടറും നമ്മുടെ എൻ്റെ ഓഫീസിൻ്റെ വാതിക്ക വന്നിട്ട് കൈപ്പറ്റിയത് 500 കിറ്റ് നമ്മൾ അവർക്ക് അന്ന് കൈമാറി. MP ഉണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ നമ്മൾ അപ്പം ഞാൻ എന്നിട്ട് അതിൻ്റെ ഒരു റിപ്പോർട്ട് ബുക്ക് ഉണ്ടാക്കി ദേവേന്ദ്രജിയുടെ അടുത്ത് പോയി കൊടുത്തു. ദേവേന്ദ്രജി അപ്പോൾ ഇത് കണ്ട്, ആ സമയത്ത് ദേവേന്ദ്രജി പ്രതിപക്ഷ നേതാവായിരുന്നു, ഉദ്ധവ് ഠാക്കറെ ആയിരുന്നു മുഖ്യമന്ത്രി. അപ്പോൾ ആ സമയത്ത് മിക്ക ദിവസവും വൈകിട്ട് ദേവേന്ദ്രജിയോട് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം ദേവേന്ദ്രജി അന്ന് ബുക്ക് കൊടുത്തപ്പോൾ പറഞ്ഞു, ഇതെല്ലാം മറിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഇത്രയും മാർക്ക് ഒരുപക്ഷെ ഇൻഡിവിജ്വലായിട്ട് ആരും ചെയ്തിട്ടുണ്ടാകത്തില്ല, ഇത്രയും കണ്ടിന്യൂസ് കോവിഡ് തീരുന്നിടം വരെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ആ സമയത്താണ് നമ്മളെ ആ 2 സന്യാസിമാരെ തല്ലിക്കൊണ്ടത് സംഭവം. അപ്പം അത് ഞങ്ങളുടെ ജില്ലയാണ്, ഞങ്ങളുടെ ജില്ലയുടെ ബോർഡറിലുള്ള താലൂക്കാണ് ഡാണു എന്ന് പറഞ്ഞിട്ട്. ഈ മഹാരാഷ്ട്രയിൽ ആകെ ഒരു കനൽ തരി ഉള്ളത് അവിടെ, എന്താ ഒരു തരി കനൽ, എന്താ പറഞ്ഞ CPM കനലാ, ആ ഒരു കനൽ അതേ ഉള്ളു. അത് ഒന്ന് കെടുത്തിയതാ ഞങ്ങള്. പക്ഷെ ആ ആള് കോടി മരിച്ചു, അല്ലെങ്കിൽ ആള് ജയിച്ചാണ് രണ്ടാമത്. അത് അവർ ഒറ്റ MLA അവരുടെ അതേ ഉള്ളൂ. അപ്പം ആ CPM പിന്നെ അവിടുത്തെ കുറച്ച് ലോബി കൂടിയാ ഈ സന്യാസിമാരെ തല്ലിക്കുക, ഒരു കാരണവുമില്ല. അപ്പം മെയിൻ റോഡിൽ കൂടെ പോയപ്പോൾ ബോർഡർ അടച്ചിരിക്കുമായിരുന്നു, ഹൈവേ അടച്ചിരിക്കുക. അപ്പോൾ അവിടെ നിന്നവർ പറഞ്ഞു വേറെ വഴി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറിപ്പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഈ വഴി തപ്പി. അതും അവരുടെ ഒരു പരമ്പരപ്പെട്ടുള്ള സന്യാസി മരിച്ച അവിടെ സൂറത്തിൽ, അതിന്റെ ശവടക്കിന് പോകാറുണ്ട് അവർ. അതിലവിടെ ചെന്നപ്പം ഇവർക്കറിയാം അവിടെ അടച്ചിരിക്കുമായിരുന്നു. അപ്പൊ റോഡിൽ കൂടി ഒന്നവർക്കറിയാം ഇവർ തിരിച്ചു വരുമെന്ന് അടച്ചപ്പോൾ. അങ്ങനെ തിരിച്ചു വന്നു, വണ്ടി തടഞ്ഞിട്ട് ഒരു കാരണമില്ലാതെ. ഇപ്പോഴും ആ വീഡിയോ നമ്മൾക്ക് നോക്കിയാൽ കാണാം. ആ പ്രായം ചെന്ന 70-75 വയസ്സുള്ള സന്യാസി ചിരിക്കുക, മുഖത്ത് ചോര ഒലിക്കുമ്പോഴും പുള്ളിയുടെ മുഖത്ത് ഒരു ചിരിയാ തൊഴുതുകൊണ്ട്. അത്ര നിഷ്കളങ്കതയോടെ നിൽക്കുന്ന അടി കൊള്ളുന്നത്, എന്നിട്ട് തല്ലിക്കുന്നത്. അവിടെ ആ സമയത്ത് ആദ്യം നമ്മളാണ് ചെല്ലുന്നത്. ഇതൊക്കെ മഹാക്രൂരതയാണ്. അതെ, ഭയങ്കരമായിട്ടുള്ളത്. അന്ന് കേരളത്തിൽ ചില തെറ്റിദ്ധാരണ ഉണ്ടായി, ഇതാര. അപ്പം എനിക്ക് ഒത്തിരി പേര് കേരളത്തിൽ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു, എന്തോ സംഭവം. അപ്പം ഞാൻ MP-യോട് പറഞ്ഞിങ്ങനെ അവിടെ പോകണമെന്ന്, ദേവേന്ദ്രജിയോടും പറഞ്ഞു. അങ്ങനെ നമ്മൾ വിത്ത് പെർമിഷൻ ഒരു ചാനലിൻ്റെ ആൾക്കാരെയും കൂടെ കൂട്ടി. കാര്യം അതൊരു വല്ലാത്തൊരു ഏരിയ അത് പോകുന്നത്. അവിടെ നമുക്ക് വണ്ടി തടഞ്ഞാൽ നമുക്ക് വണ്ടി തിരിച്ചു പോകാനൊന്നും പറ്റത്തില്ല, ഒറ്റ വഴിയേ ഉള്ളൂ. അപ്പോൾ സൂക്ഷിച്ച് പോകണമെന്നൊക്കെ പറഞ്ഞ് നമ്മളവിടെ ചെന്ന് അതാ ഇവിടെ ജനം TV-യിലും പല ചാനലിലൊക്കെ അതാ നമ്മൾ അവിടെ നിന്ന് പോയിട്ട് റിപ്പോർട്ട് ചെയ്ത് ഇതെന്താ സംഭവം എന്നൊക്കെ ഉള്ളത് യാഥാർത്ഥ്യം
15ാമത്തെ ദിവസമാണ് ശരിക്കും നമ്മുടെ BJPയുടെ ഒഫീഷ്യൽ ടീം അവിടെ പോകുന്നത്. അന്നും ഞാൻ കൂടെ പോയിരുന്നു, കൂടെ പോയിട്ടെല്ലാം കണ്ടിരുന്നത്. അല്ല, ഇത് CPM ഒക്കെ വളരെ മതേതരത്വം പറയും, മതസൗഹാർദ്ദത്തിനും സ്വാതന്ത്ര്യത്തിനും എന്നൊക്കെ പറയുമ്പോഴും ഈ സന്യാസിമാരെയും ഹൈന്ദവീയ താല്പര്യങ്ങളെയും ഒക്കെ ഇല്ലാതാക്കാൻ അവർക്ക് ഭയങ്കര എന്താണ് ഈ പറയുന്ന പോലെ വളരെ താല്പര്യമാണ്. ഭയങ്കര താല്പര്യം അവർക്കെന്തല്ലോ. അവരൊരിക്കലും നമ്മുടെ ഭാരതീയ സംസ്കാരത്തെയോ ഹിന്ദുത്വവും ഭാരതീയത്തെയോ ഒന്നും അംഗീകരിക്കുന്നില്ല. അവരിപ്പോഴും അവർ വേറൊരു ചൈനയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മളെ എതിർക്കുന്നവരാരാണോ അവരെ സപ്പോർട്ട് ചെയ്യും, ഭാരതത്തെ എതിർക്കുന്നവരാരാണോ അവരെ CPM സപ്പോർട്ട് ചെയ്യും. അത്രയേ ഉള്ളൂ. അവർക്ക് ഈ നാടിനോടൊന്നും കൂടുന്നുള്ളത്. എന്തായാലും അങ്ങയുടെ പ്രതീക്ഷ ഫൗണ്ടേഷൻ്റെയും പ്രവർത്തനങ്ങൾ ഇനിയും ഒരുപാട് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. ഈ ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് നല്ല പ്രവർത്തനങ്ങളാകും സുരേഷ് ഗോപി ആയി ബന്ധപ്പെട്ടും MB ആയി ബന്ധപ്പെട്ടും BJP ആയി ബന്ധപ്പെട്ടും ഒക്കെ അങ്ങ് നടന്നുണ്ട്. എല്ലാവിധ ആശംസകളും നേരെയാണ്. എന്തായാലും ഈ വളരെ തിരക്കേറിയ സമയത്താണ് അദ്ദേഹം അങ്ങ് ഇപ്പോൾ ഇവിടെ വന്നത്. എന്തായാലും എല്ലാത്തിനും വളരെയധികം സന്തോഷം. നന്ദി. നമസ്കാരം.